അനസ് ബ്രോ, നമ്മളിപ്പോൾ കാണുന്നുണ്ട് കുറേ മിസൈൽസ് മുകളിൽ നിന്ന് തന്നെ ബ്ലാസ്റ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, സോ അതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് താഴെ നമ്മൾ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ബ്രോ, ഇന്നത്തെ ഈ കൺവെൻഷനൽ ആയിട്ടുള്ള ബോംബ്സ് മിസൈൽസ് എല്ലാം കോഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കെമിക്കൽസ് വെച്ചിട്ടാണ്. ഇത് ബ്ലാസ്റ്റ് ആകുമ്പോൾ ഔട്ട് ആവുന്ന ടോക്സിൻസ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇതിൻ്റെ ഒരു ഫാക്ട് ഓഫ് റിയാലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വെപ്പൺസ് യൂസ് ചെയ്യുമ്പോൾ ഇൻക്രീഡിബിളി ഡിഫിക്കൽട്ട് ആയിരിക്കും ഡോക്ടേഴ്സിനും ടോക്സിയോളജി സയൻറ്റിസ്റ്റിനും ഒക്കെ. ബിക്കോസ് ഈ ഒരു ടൈപ്പ് ഓഫ് റിസർച്ചിന് ഒരുപാട് ടൈം വേണ്ടി വന്നേക്കും. ഇന്നത്തെ റിസോഴ്സ് വെച്ചിട്ട് ഈ ഒരു ടോക്സിൻസ് എങ്ങനെയാണ് ഹ്യൂമൻസിലോട്ട് ഇമ്പാക്ട് ആവുന്നതെന്നും എൻവയോൺമെൻറ്റിലോട്ട് ഇമ്പാക്ട് ആവുന്നതെന്നൊക്കെ പഠിക്കാനായിട്ട് ഒത്തിരി ടൈം വേണ്ടി വരികയും മേ ബി ഇതൊക്കെ ഒരു ജനറേഷണൽ ഇമ്പാക്റ്റ് ആയിട്ട് മാറാനും ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ വാർ നോക്കാം നമുക്ക്. ഓയിൽ ടാങ്കേഴ്സും സിറ്റീസും ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് ഒരുപാട്. 5 മില്യൺ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഇമിഷൻ ആണ് റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. അതും 2 ആഴ്ച കൊണ്ട്. ഒരു വർഷത്തേക്ക് 85 കൺട്രീസിൽ നിന്നുണ്ടാകുന്നതാണ് ഇത് വെറും 2 വീക്സ് കൊണ്ട് നടന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ നടക്കുന്ന വാഴ്സ് വന്നിട്ട് ഇസ്രായേലും ഇറാനുമായിട്ട് നടക്കുന്നുണ്ട്. ലെബനോനും ഗാസ, ഉക്രൈൻ, റഷ്യ എന്നീ കൺട്രീസിലൊക്കെ വാർ നടക്കുന്നുണ്ട്. ഈ വാറൊക്കെ നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെയോ ജീവിതത്തിൽ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നടക്കുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.